അചിന്ത്യവ്യക്തരൂപായ നിർഗുണായ ഗുണാത്മനെ സമസ്തജഗദാധാരമൂർത്തയേ ബ്രഹ്മണേ നമഃ. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഈ ക്ലിപ്പ് ശ്രവിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പരബ്രഹ്മസ്വരൂപിയായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പരിപാവനമായ ആ കരങ്ങളാൽ, ആ കരസ്പർശത്താൽ നിർഗളിച്ച് ഒരു നീരുറവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം തരുവാനാണ് ഞാൻ ഈ ക്ലിപ്പിടുന്നത്. അത് കാണുവാനും ആ പാവനമായ പവിത്രമായ ആ നീരുറവയിൽ നിന്ന് അല്പം ജലം നുകർന്ന് അതിൻ്റെ മാധുര്യം അനുഭവിക്കാനും സാധിച്ച അതിനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട്, അങ്ങനെ ഒരു പുണ്യസ്ഥലവും ഒരു നീരുറവയും എല്ലാം ഉണ്ടെന്ന് മറ്റുള്ളവരും കൂടി അറിയണമെന്നുള്ള ഒരാശയോടു കൂടിയാണ് ഞാൻ ഈ ക്ലിപ്പ് ഇടുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന, അതായത് തെക്കോട്ടുള്ള യാത്രയിൽ തിരുവനന്തപുരം റൂട്ടിൽ ചെങ്ങന്നൂർ കഴിഞ്ഞ് ഏതാണ്ട് 6 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇടതുവശത്തേക്കൊരു വഴി കാണാം. ആ വഴി ഏറെക്കുറെ ഒരു 1/2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ പാറയ്ക്കൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എത്താം. അതാണ് നമ്മൾ ചെറിയ വിവരണം തരാൻ പോകുന്ന പാറയ്ക്കൽ എന്ന സ്ഥലം. അപ്പോൾ ഇവിടെ മനോഹരമായൊരു ഗുരുമന്ദിരമുണ്ട്. ആ ഗുരുമന്ദിരം പണി കഴിപ്പിക്കുകയും അവിടെ ഒരു തീർത്ഥക്കുളമുണ്ട്, തീർത്ഥം ഒഴുകുന്ന ആ നീരുറവയുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ തൃപ്പാദങ്ങൾ വിശ്രമിച്ച ആൽമരമുണ്ട്. പിന്നെ തീർത്ഥാടക നാളുകളിൽ, എല്ലാ വർഷവും തീർത്ഥാടക നാളുകളിൽ പദയാത്ര ചെയ്ത് ശിവഗിരിക്ക് പോകുന്ന ആ സജ്ജനങ്ങൾക്കായിട്ട് വിശ്രമിക്കുന്നതിനായിട്ട് ഒരു ഇടത്താവളം കൂടിയാണ്. അവർക്ക് വളരെയധികം വിശ്രമിച്ച് അവർക്ക് ആഹാരവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു വിശ്രമ സ്ഥലം കൂടിയാണ് ഈ പാറയ്ക്കൽ ഇവിടെ പറയുന്ന ആ പുണ്യസങ്കേതം. അതായത് ഒരു ഗുരുക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഗുരുവിൻ്റെ ആ ക്ഷേത്രാങ്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം പണിതത് 1969 ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പഞ്ചലോഹ പ്രതിഷ്ഠ വെച്ച് ഇത് അന്ന് പണി തീർപ്പിച്ചത്. അത് അന്നത്തെ ഉജ്ജ്വല നേതാവായിരുന്ന ആർ ശങ്കർ അത് ഭക്തജനങ്ങൾക്കായി, അവിടുത്തെ ഭക്തജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ അതിമനോഹരമായ, അല്ലെങ്കിൽ വളരെ പുണ്യമിയെന്ന തീർത്ഥജലത്തിൻ്റെ നീരുറവയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എപ്പോഴും അവധൂതനായി സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം ചെറുപ്പം മുതലേ തൃപ്പാദങ്ങൾക്കുണ്ടായിരുന്നതായിട്ട് നമ്മൾക്ക് അറിയാം, അല്ലേ? അപ്പം അങ്ങനെ ആ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഗുരു ഒരിക്കൽ സഞ്ചരിച്ച്, അതായത് തിരുവനന്തപുരത്ത് നിന്നാണോ ചെമ്പഴന്തിയിൽ നിന്നാണോ ഗുരു സഞ്ചരിക്കാൻ തുടങ്ങിയത് എന്ന് നമ്മൾക്ക് അറിയില്ല. എങ്കിലും ഗുരുവിൻ്റെ ആ സഞ്ചാരവേളയിൽ ഗുരു ഇങ്ങനെ അവധൂതനായി സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഗുരു എന്തിനാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിച്ചിരുന്നത് എന്നൊരു ചോദ്യം ഒരുപക്ഷെ മനസ്സിൽ ഉദിച്ചേക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തെ ഇത്രയധികം സ്നേഹിച്ച മറ്റൊരു ഗുരുവിനെ നമ്മൾക്ക് കാണാൻ കിട്ടുകയില്ല. അപ്പോൾ അന്ന് ഗുരു ഇവിടെ സശരീരനായി ജീവിച്ചിരുന്ന ആ കാലത്ത് അടിച്ചമർത്തപ്പെട്ടിരുന്ന അവർണരായിരുന്ന ജനസമൂഹം അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും കഷ്ടതകളും അസ്വാതന്ത്ര്യവും അസമത്വവും എല്ലാം കണ്ട് ആണ് ഗുരു വളർന്നു വന്നത് ചെറുപ്പം മുതൽ.
അങ്ങനെയുള്ള ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതം ഒന്ന് നേരിട്ട് കണ്ട് അതിനുള്ള എന്തെങ്കിലും ഒരു ആശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുകൊണ്ടായിരിക്കണം ഗുരു ഇങ്ങനൊരു സഞ്ചാരം നേരത്തെ മുതൽ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് വേണം കരുതുവാൻ. അപ്പം അങ്ങനെ ഗുരുവിൻ്റെ സഞ്ചാരം കൊണ്ട് അല്ലെങ്കിൽ അവധൂത സഞ്ചാരം കൊണ്ട് ഗുരു ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കും, ഒരുപാട് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുകയും അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നുള്ള എല്ലാ ചിന്തകളും ഗുരുവിൻ്റെ മനസ്സിൽ അന്നു മുതലേ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്ത കൂടി ആയിട്ട് അതിനുതകുന്ന തരത്തിലുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഗുരു തൻ്റെ ജീവിതത്തിലുടനീളം പ്ലാനിട്ടതും അതനുസരിച്ചുള്ള ഒരു കർമ്മ പദ്ധതി തന്നെയാണ് ഗുരു ചെയ്തു പോകുന്നത്. ഗുരുവിൻ്റെ അത്രയും ഏതാണ്ട് 4 ദശകങ്ങളോളം ഗുരു ഇവിടെ കർമ്മനിരതനായിരുന്നു. അപ്പോൾ അതിൽ കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടു കൂടി ഗുരു കർമ്മനിരതനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സഞ്ചരിച്ചിരുന്ന ഗുരു ഒരിക്കൽ സഞ്ചരിച്ച് മെഴുവേലി, ചെങ്ങന്നൂർ മെഴുവേലി എന്ന സ്ഥലത്ത് ആനന്ദഭൂതേശ്വരം എന്ന സ്ഥലമൊക്കെ സന്ദർശിച്ച് അതിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ വീട്ടിൽ കയറുവാനിടയായി. അപ്പം ഗുരു വരുന്നു എന്നുള്ള വിവരമൊക്കെ ഒരു പക്ഷേ ഭക്തനും ലഭിച്ചിരിക്കണം. അപ്പം അങ്ങനെ ആ ഭക്തൻ്റെ വീട്ടിൽ കയറുകയും ആ ഭക്തൻ അവിടെ ഗുരുവിനായിട്ട് പ്രഭാത ഭക്ഷണം തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വീട്ടിൽ ഗുരു ചെല്ലുമ്പോൾ അവിടെ എന്തോ അശുദ്ധിയുടെ എന്തോ ഗുരുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള, അതായത് ശുദ്ധി ഗുരു ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ശുദ്ധി കാണായികയാൽ ഗുരു ആ വീട്ടിൽ തങ്ങിയില്ല. ഗുരു അവിടെ നിന്നും വീണ്ടും സഞ്ചാരം തുടരുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ സഞ്ചരിച്ച ഗുരു കുറേയധികം ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞ് ഈ പാറയ്ക്കൽ എന്ന സ്ഥലത്ത് എത്തുകയാണ്. അവിടെ ഒരു ആൽമരം കണ്ടു. അതിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയും വിശ്രമിക്കുകയാണ് ഗുരു ചെയ്തത്. അപ്പോൾ അവിടെ കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവിന് കലശലായ ദാഹം അനുഭവപ്പെട്ടതിനാൽ ഒരുപക്ഷെ ഗുരു വെള്ളം കുടിക്കുന്നതിനായിട്ട് അടുത്തുള്ള വീടുകളോ അല്ലെങ്കിൽ കിണറുകളോ എന്തെങ്കിലും ഗുരു നോക്കിയിരുന്നിരിക്കാം. പക്ഷെ അന്നത്തെ രീതിയിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള അടുത്തടുത്തുള്ള വീടുകളോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഈസിയായിട്ടൊരു അല്പം വെള്ളം കുടിക്കണമെങ്കിൽ ഈസിയായിട്ട് നമ്മൾക്ക് എവിടുന്നില്ല എങ്ങുമില്ല കടയിൽ നിന്ന് നമ്മൾക്ക് മേടിച്ച് കുടിക്കുകയും ചെയ്യാം. അപ്പം അന്നത്തെ ആ പരിതസ്ഥിതിയിൽ അതൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഗുരു അങ്ങനെ ഇരുന്ന് വിഷമിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ ആ ആൽമരത്തിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി, അവിടെ ചില പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് ഇറങ്ങിയിട്ട് ഗുരുവിൻ്റെ ആ തൃക്കരങ്ങൾ കൊണ്ട് ഒരു പാറക്കഷ്ണം അവിടെ നിന്ന് എടുത്തു മാറ്റി. അത്ഭുതകരമെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ആ പാറക്കഷ്ണത്തിൻ്റെ അടിയിൽ നിന്നും തീർത്ഥജലം, വളരെ പരിശുദ്ധമായ ജലം ഒഴുകി തുടങ്ങി. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആ ജലം കുടിച്ച് തൻ്റെ ദാഹം അകറ്റുകയുണ്ടായി. അതിനുശേഷം അപ്പം ഗുരു വീണ്ടും അവിടെ വിശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദാഹം ഒക്കെ അകറ്റിയിട്ട് അവിടെ വിശ്രമിക്കുന്ന ഗുരു ഇത്രയും നേരമായപ്പോഴേക്ക് ആളുകൾ അവിടെ എത്തിത്തുടങ്ങി. അതായത് ഗുരുദേവൻ അവിടെ വിശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കണ്ടും കേട്ടും മറിഞ്ഞുമൊക്കെ ഭക്തജനങ്ങൾ അവിടെ എത്തിത്തുടങ്ങി. അപ്പം അങ്ങനെ അവിടെ എത്തിയ ഭക്തജനങ്ങളോട്, അതായത് ഗുരുവിനെ കണ്ട് ഭക്തി പുരസരം ഗുരുവിനെ വണങ്ങി അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങളോട് ഗുരു അരുൾ ചെയ്യുകയുണ്ടായി, ഈ സ്ഥലം ഒരു പുണ്യസ്ഥലമായി ഭാവിയിൽ ഉയരും എന്നുള്ള ഒരു ഗുരുവിൻ്റെ ഒരു ഒരു അവരോടൊരു അരുൾ ചെയ്യുകയുണ്ടായി ഗുരു. അപ്പം ഗുരുവിൻ്റെ ത്രികാലജ്ഞാനിയാണ് ഗുരു, കടന്ന് കാണാനുള്ള ശക്തിയുള്ള ഋഷീശ്വരനാണ് ഗുരു, യോഗീശ്വരനാണ് ഗുരു, പരബ്രഹ്മ സ്വരൂപിയാണ് ഗുരു. അങ്ങനെയുള്ള ഗുരുവിൻ്റെ ഇത്തരം തിരുവാക്കുകളൊന്നും ആകാറില്ല. നമ്മൾ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളിൽ ഇതും അത്തരമുള്ള സംഭവങ്ങളിൽ ഒന്നാണ്. അപ്പം അതൊരു എന്താണ്, ഒരു പുണ്യസ്ഥലമായി ഉയരും എന്ന് ഗുരു മൊഴിഞ്ഞത് കരുണാമയനായ ഗുരു ഒരുപക്ഷെ പദയാത്രികരായി വരുന്ന ആ ഭക്തജനങ്ങൾക്ക് ഇവിടം ഒരു ഇടത്താവളമായി തീരുമെന്നുള്ളത് കലകൂട്ടി തന്നെ അറിഞ്ഞ ഗുരു അത് അവിടുത്തെ ഭക്തജനങ്ങളോട് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഭക്തജനങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ പ്രയത്നിച്ചിരിക്കണമല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഗുരുമന്ദിരവും ഈ തീർത്ഥജലം ഒഴുകി വന്ന ആ പാതയിൽ ഒരു തീർത്ഥ കുടീരം പോലെ ഒരു കുടീരം കെട്ടിയുണ്ടാക്കുകയും ആ ജലം ഒഴുകി വീഴുന്നതിനായിട്ടൊരു തീർത്ഥക്കുളം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഗുരു വിശ്രമിച്ച ആൽമരത്തിനൊരു തറ കെട്ടി അതും സൂക്ഷിച്ചിരിക്കുന്നു. കൂടാതെ ഞാൻ പറഞ്ഞുവല്ലോ, പദയാത്രികരായി വരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും അവർക്ക് ഗുരുപൂജ ആഹാരം കഴിക്കുന്നതിനുമൊക്കെയായിട്ട് ഉതകുന്ന നല്ല വലിപ്പമുള്ള ഹോളുള്ള ഒരു 2 നില കെട്ടിടവും നമ്മൾക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ കോട്ടയത്ത് നാഗമ്പട ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നിൽക്കുന്ന തെന്മാവിൻ്റെ ചുവട്ടിലിരുന്നാണ് ശിവഗിരി തീർത്ഥാടനത്തിനുള്ള അനുമതി നൽകുന്നത് എന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. അപ്പം അന്ന് അതിന് അവിടെ അനുമതി നൽകി എങ്കിലും, അതായത് 1928 ജനുവരി 26 അത് സംഭവിക്കുന്നത്. അന്ന് അത് ഭഗവാൻ അതിന് അനുമതി നൽകിയെങ്കിലും ഇങ്ങനെയൊരു തീർത്ഥാടനം സാക്ഷാത്കരിക്കുന്നത് 1932 അപ്പോൾ 1932 ഒരു 5 ഭക്തജനങ്ങൾ മൂലൂർ പത്മനാഭ പണിക്കരുടെ വസതിയിൽ നിന്നും പദയാത്രയായിട്ട് തന്നെ അവർ 5 ഭക്തജനങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ ഡിസംബർ 24 അവർ യാത്ര തിരിക്കുന്നത്. അവർ ഗുരു ഉപദേശിച്ചതുപോലെ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഇംഗിതം പോലെ തന്നെ അവർ മഞ്ഞ വസ്ത്രവുമൊക്കെ ധരിച്ച് അങ്ങനെ പദയാത്രയായിട്ട് തന്നെ അവർ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ എല്ലാ വർഷവും നമ്മൾക്കറിയാം, പദയാത്രികരുടെ, അതായത് തീർത്ഥാടന ഗുരുവിൻ്റെ മഹാസമാധി സന്നിധിയിലേക്ക്, അഥവാ സ്വർഗഭൂമി, ശിവഗിരി സ്വർഗഭൂമി, കേരളത്തിലെ സ്വർഗം എന്നാണല്ലോ അറിയപ്പെടുന്നത്. ആ സ്വർഗഭൂമിയിലേക്ക് പദയാത്ര ചെയ്ത് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഭക്തജനങ്ങൾക്ക്, അതായത് ഇപ്പം ഈ കോട്ടയം സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇങ്ങനെ പദയാത്രയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നടന്ന് വിഷമിച്ച് കഴിയുമ്പോൾ ജലം വേണം, ഭക്ഷണം വേണം, വിശ്രമം വേണം. അതിനുള്ള ഒരുപാട് താവളങ്ങൾ ഇന്ന് സുമനസ്സുകളായിട്ടുള്ളവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്കൊരു ആശ്വാസം തന്നെയാണ്, സത്യം പറഞ്ഞെന്നാൽ. അപ്പോൾ അങ്ങനെ ഉള്ള പദയാത്രികർക്ക് ഒരു ഇടത്താവളമായിട്ട് പാറയ്ക്കൽ മാറുകയാണ് ഇന്ന്. സത്യത്തിൽ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള, അതായത് കോട്ടയം സൈഡിൽ നിന്നാണ് കൂടുതലും വരുന്നത്, കോട്ടയം കുമരക എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഈ ആളുകൾക്ക് ഒരു വിശ്രമ കേന്ദ്രം തന്നെയാണ്. അപ്പം വരുന്ന ഭക്തജനങ്ങളെല്ലാവരും തന്നെ മഞ്ഞ വസ്ത്രം ധരിച്ച്, മഞ്ഞ തൊപ്പി ധരിച്ച്, മഞ്ഞ കുട പിടിച്ച്, മഞ്ഞ ഷാളിട്ട്, മഞ്ഞക്കൊടി കൈകളിലേന്തി ഓം ശ്രീനാരായണ പരമഗുരവേ നമ എന്ന മൂലമന്ത്രവും കൂടി ഉച്ചരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഈ കാഴ്ച, അതായത് ഈ ആദ്യം പോയ 5 പേരെ മഞ്ഞക്കിളികൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ മഞ്ഞക്കിളികളായിട്ട് വരുന്ന ഈ ഭക്തജനങ്ങളെ കണ്ടാൽ സത്യത്തിൽ മനം കുളിർക്കുന്നൊരു കാഴ്ച തന്നെയാണ്. എത്രയോ നീളത്തിലുള്ള എത്രയോ ആളുകളാണ് ചൂടും മറ്റ് വിഷമതകളും ഒക്കെ സഹിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ മഹാസമാധി മണ്ഡപത്തിലെത്തി ആ ചൈതന്യത്തിൽ നിന്ന് അറിയുന്നതിനായിട്ട് കഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്. സത്യത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹം അവർക്കൊക്കെ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല.
അപ്പോൾ അങ്ങനെ യഥാർത്ഥ ഭക്തജനങ്ങളായിട്ടുള്ളവരെ അങ്ങനെ കഷ്ടത സഹിച്ച് പോകുവാനും ഇഷ്ടപ്പെടുന്നുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയുള്ള ആ കഷ്ടതകൾ സഹിച്ച് പോകുന്ന ആ തീർത്ഥാടകർക്ക് ഗുരുവിൻ അരുൾ ചെയ്ത ആ വാക്കുകളാൽ തന്നെ അത് സത്യമായി തീർന്നൊരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ പാറയ്ക്കൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്തജനങ്ങൾക്ക് ആഹാരവും ജലവും അവർക്ക് വിശ്രമിക്കുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നതിന് ഇവിടുത്തെ ഭാരവാഹികൾ വളരെ ഉത്സുകരായിട്ട് തന്നെ ആണ്. ഞാൻ അവിടെ ഞാൻ 3 തവണ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്ദർശിച്ച ഒരിക്കൽ ഈ പദയാത്രകൾ അവിടെ ധാരാളം ആളുകൾ എത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അവരൊക്കെ വളരെ സമാധാനത്തോടെ അവിടെ ഇരുന്ന് വിശ്രമിക്കും, ഭക്ഷണം കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഗുരുവിൻ്റെ ആ തിരുമൊഴി, ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഗുരുവിൻ്റെ തിരുമൊഴി ഒരിക്കലും തെറ്റാറില്ല. അല്ലെങ്കിൽ ഗുരു അങ്ങനെയുള്ള ഒരു വാക്കും ഗുരു മൊഴിയാറില്ല. ഗുരു എന്ത് മൊഴിഞ്ഞോ അത് യാഥാർത്ഥ്യമായി തീരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടുണ്ടായിരുന്ന ഇത് ഒരു SNDP ശാഖയായിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ധർമ്മസേവാ സംഘം എന്ന പേരിൽ പ്രവർത്തിച്ചു പോന്ന ഒരു സംഘം ഗുരുഭക്തരുടെ കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നത്. ഇത് 2003 ശ്രീനാരായണ ധർമ്മസേവാ സംഘം എന്ന ട്രസ്റ്റ് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവിടെ ഭാരവാഹികളായിട്ടിരിക്കുന്നത് പ്രസിഡൻറ്റ് ശ്രീ KN ഭദ്രനും സെക്രട്ടറിയായി ശ്രീ PN വിജയൻ അവர்களுം ട്രഷറർ ആയി ശ്രീ VN സജി, ഈ 3 പേരുമാണ് അവിടെ ഭാരവാഹികളായിട്ട് ഇപ്പോൾ ഉള്ളത്. മറ്റ് ഒരുപാട് പേര് ഇവരുടെ പിൻബലമായിട്ടുണ്ട്. പലരും അന്ന് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ വളരെ ഉത്സുകതയോടുകൂടി പ്രവർത്തിക്കുന്നതൊക്കെ കാണാൻ ഇടയായി. അപ്പോൾ ഈ സംഘമാണ്, ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുണ്ടാക്കിയ ട്രസ്റ്റ് ആണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത്. അപ്പോൾ അവിടെ പദയാത്രികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള 2 നില കെട്ടിടമൊക്കെ ഉണ്ടാക്കിയതെല്ലാം ഇവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അപ്പം ഗുരുവിൻ്റെ പാവനമായ ആ പാദത്താൽ പുണ്യമിയെന്ന ആ പാറയ്ക്കൽ എന്ന ഗുരുക്ഷേത്രവും ആ പ്രദേശവും എല്ലാം കാണുന്നതിന് ഈ തീർത്ഥാടക സമയത്ത് പോകുന്ന ഭക്തജനങ്ങൾ മാത്രമല്ല, മറ്റല്ലാതെയുള്ള ഭക്തജനങ്ങളും ധാരാളമായിട്ട് അവിടെ എത്തിച്ചേരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെങ്ങന്നൂർ SNDP യൂണിയനിൽ പെടുന്ന ഒരു സ്ഥലമാണ്. ആ ചെങ്ങന്നൂർ SNDP യൂണിയൻ ഇതിനെ അവരുടെ ആത്മീയ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പുണ്യമി എന്ന ഒരു സ്ഥലമാണത്, അവരുടെ ആത്മീയ കേന്ദ്രമായിട്ടാണ് ഇത് ഇവിടെ വെച്ച്. അപ്പോൾ ഇങ്ങനെയൊരു പുണ്യമി എന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ ആളുകൾ എത്തുന്നു എന്ന് പറഞ്ഞു. കൂടാതെ ഇവിടെ വെച്ച് 1995-ലും 2002-ലും 2 തവണ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ദിവ്യ പ്രബോധനവും ധ്യാനവും നടക്കുകയുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ പരിപാവനമായ ഇങ്ങനെയൊരു പരിപാടി ഒരുപാട് സ്ഥലങ്ങളിൽ സച്ചിദാനന്ദ സ്വാമികൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്നും പ്രയോജനവും ലഭിച്ചിട്ടുണ്ട്. അന്ന് നടന്ന ധ്യാനത്തിൽ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൻ്റെ ഈശ്വരീയതയെ വെളിപ്പെടുത്തുന്ന പല അത്ഭുത സംഭവങ്ങളും നടക്കുകയുണ്ടായി. ഗുരുചൈതന്യം ഇന്നും ഗുരുഭക്തരിലേക്ക് ഒഴുകിയെത്തി ആ ചൈതന്യം നമ്മളെ കാത്തുരക്ഷിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അന്നത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ ശിവരാമകൃഷ്ണ പിള്ള. ആ ദേശത്ത് തന്നെ, പാറയ്ക്കൽ ദേശത്ത് തന്നെ ഉള്ളതാണ്. ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. കാശ്മീരിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് മഞ്ഞുപാളി വന്ന് കാലിൽ പതിക്കിയാൽ വലത് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ ഈ ധ്യാനം നടക്കുന്നുവെന്ന് അറിഞ്ഞതിനാൽ അതിൽ പങ്കെടുക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടാകുകയും അതിൽ പങ്കെടുക്കുന്നതിനായി വരികയും ഏതാനും ദിവസങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ
അദ്ദേഹത്തിൻ്റെ വലത് കാലാണ് ചലനശേഷി ഇല്ലായിരുന്നു, വലത് കാലിൽ എന്തോ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നുകയും സ്വാമിജിയെ വിവരം അറിയിച്ചപ്പോൾ ആ തീർത്ഥജലത്തിൽ ഒരു അരമണിക്കൂർ സമയത്തോളം കാല് മുക്കി വയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് അരമണിക്കൂറോളം കാല് മുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതാവഹമെന്ന് തന്നെ വേണം പറയുവാനായിട്ട്. ആ കാലിന് വളരെ സാവധാനം ചലനശേഷി കിട്ടുന്നതായിട്ട് അയാൾക്ക് മനസ്സിലായി. അവിടെ നിന്നും മറ്റുള്ളവരുടെ സഹായത്തോടെ വളരെ സാവധാനം നടന്നു തന്നെയാണ് ധ്യാനവേദിയിൽ ശിവരാമകൃഷ്ണപിള്ള എത്തിയത്. ഈ ഒരു സംഭവം ശിവരാമകൃഷ്ണപിള്ളയുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്തജനങ്ങളെയും അത്ഭുത സ്തബ്ധരാക്കി എന്ന് തന്നെ പറയാം. അപ്പം മഹാഗുരു ജീവിച്ചിരുന്ന സശരീരനായിരുന്ന ആ കാലത്ത് എത്രയോ ശിവരാമകൃഷ്ണ പിള്ളമാർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ, സ്വാന്തനങ്ങളൊക്കെ കിട്ടിക്കാണുമെന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുവിൻ്റെ മഹാസമാധി കഴിഞ്ഞ 74 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം പറയുന്നത്, ഈ സംഭവം നടന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ടും, അതായത് ഗുരു ചൈതന്യം ഗുരുവിൻ്റെ മഹാസമാധിയോടെ നഷ്ടപ്പെട്ടു, ഇല്ലാതായി, അവസാനിച്ചു എന്നൊക്കെ കരുതിപ്പോരുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും ഇതൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗുരുവിൻ്റെ ചൈതന്യം ഇല്ലാതായി എന്ന് കരുതുന്ന ഭക്തർക്ക്, അല്ലെങ്കിൽ ഗുരുവിനെ വിശ്വസിക്കുന്നവർക്ക് ഗുരുവിൻ്റെ ഒരു ശ്രേഷ്ഠമായ ഒരു മൊഴിയുണ്ട്, അതവർക്ക് ഓർമ്മയുണ്ടായിരിക്കണം. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം എന്താണ്? തൊലിയും എലുമ്പും മലം ദുരന്തം അന്ത കലകളും ഏന്തും അഹന്ത ഒന്ന് കാണുക പൊലിയും. ഇത് പൊലിഞ്ഞു പോകുമെന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ നമ്മൾക്ക് നന്നായി പറഞ്ഞു തരുന്നുണ്ട്. ജഡമാണ് ശരീരം, നശ്വരമാണ് ശരീരം, നശിക്കുന്നതാണ്, അനിത്യമാണ്, ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ശരീരത്തിന് നൽകുന്നുണ്ട്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അറിവെന്താണ്? അറിവ് ശാശ്വതമാണ്, നിത്യസത്യമാണ്, നിത്യചൈതന്യമാണ്, അതിന് നാശമില്ല. ഇതൊക്കെയാണ് ഗുരു നമ്മൾക്ക് ഓതിത്തരുന്നത്. അപ്പം ഗുരുവിൻ്റെ ഈ മൊഴിമുത്ത്, അതായത് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് നമ്മൾ ഇത് ഒന്ന് പഠിച്ചിരിക്കുന്നതും ഇതൊന്ന് ഓർത്തിരിക്കുന്നതും നല്ലതാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആ ചൈതന്യം, ഉജ്ജ്വലിച്ച് നിൽക്കുന്ന ആ ചൈതന്യം ഇന്നും നമ്മൾക്കൊരു കവചമായിട്ട് നമ്മളെ രക്ഷപ്പെടുത്തി നിർത്തുന്നു എന്നുള്ളത് ഭക്തർക്ക്, അതായത് 100% ഗുരുവിനെ വിശ്വസിച്ചുകൊണ്ടുള്ള ഭക്തർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വസ്തുതയാണത്, സംശയമൊന്നുമില്ല. ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഈ നീരുറവ ഇന്നും ഒരു വസ്തുതയായി തന്നെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ, അപ്പോൾ പിന്നെ ഗുരു ദൈവമാണോ അല്ലയോ എന്നുള്ള ഒരു ശങ്ക അതവിടെ അർത്ഥശൂന്യമാണ്, അല്ലേ? ഇത്രയും നമ്മൾക്ക് ഗുരുവിൻ്റെ ചൈതന്യം ഇതിലെ വഴിഞ്ഞൊഴുകുന്നത് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് ശങ്കിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ശങ്കയ്ക്ക് ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ്. അത് ഗുരുഭക്തർ മനസ്സിലാക്കണം. ആ അന്ന് ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന വേറെ 2 പേർക്ക് കൂടി, അതായത് 25 വയസ്സുള്ള ഒരു യുവാവിനും 17 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കും സംസാരശേഷി വീണ്ടെടുത്ത് കിട്ടിയൊരു സംഭവം കൂടി നടന്നതായിട്ട് അവിടുത്തെ ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ അടുത്ത ദിവസം നടന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് 2024 ഏപ്രിലിൽ നടന്നൊരു സംഭവമുണ്ട്. അത് ഇപ്രകാരമാണ്. അത് കോട്ടയത്തുള്ള പുല്ലാട് ടൗൺ ശാഖയിൽ നിന്നും, കോട്ടയത്തിനടുത്ത് ആണ് സ്ഥലം, പുല്ലാട് ടൗൺ ശാഖയിൽ നിന്നും അവിടുത്തെ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന് ഈ പാറയ്ക്കലെ പുണ്യതീർത്ഥത്തിൽ നിന്ന് നിറച്ച ആ പുണ്യതീർത്ഥം അടങ്ങുന്ന കലശം കൊണ്ടുള്ള കലശാഭിഷേകം വേണമെന്ന് അവിടെ നിശ്ചയിച്ചതനുസരിച്ച് ഏതാനും ഭക്തജനങ്ങൾ വ്രതമൊക്കെ എടുത്ത് നമ്മൾക്ക് ഓതിത്തന്ന പഞ്ചശുദ്ധികളൊക്കെ പാലിച്ച് കലശവുമായി പാറയ്ക്കൽ ഗുരുക്ഷേത്രത്തിൽ ഈ തീർത്ഥസന്നിധിയിൽ എത്തുകയാണ്. ഇത് അറിഞ്ഞതോടെ അവിടുത്തെ ഭാരവാഹികൾക്ക് അല്പം ഭയം തോന്നാതിരുന്നില്ല. കാരണം ഇത്രയും വേനൽക്കാലത്ത്
ശക്തമായ ഈ വേനൽക്കാലത്ത് ഈ 350 അതിൽ 350-51 കുടങ്ങൾ നിറച്ച് കഴിയുമ്പോൾ നീരുറവ പറ്റിപ്പോകുമോ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാകാതിരുന്നില്ല. എങ്കിലും പ്രാർത്ഥനയോടെ വ്രതശുദ്ധിയൊക്കെ എടുത്തു വന്നവർ പ്രാർത്ഥനയോട് തന്നെ ഈ ഓരോ കലശങ്ങളും നിറച്ച് തുടങ്ങി. 350 കലശങ്ങൾ നിറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കും വീണ്ടും അത്ഭുതമാണ്. കാരണം എല്ലാവരും അതിശയിക്കുന്ന രീതിയിൽ ഈ കലശങ്ങൾ നിറയ്ക്കുന്ന അത്രയും സമയം ഈ നീരുറവ വളരെ ശക്തിയായി തന്നെ ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് എല്ലാവരും പറയുകയുണ്ട്. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ സംഭവിച്ച ഒരു കാര്യമാണത്. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ പറയുകയാണ്, മഹാഗുരുവിൻ്റെ ദിവ്യ ചൈതന്യം ഇന്നും ഒഴുകി നമ്മളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. നമ്മളതിനെ തിരസ്കരിക്കാതെ അത് സ്വീകരിക്കാനായിട്ടുള്ളൊരു മനസ്സാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. അതിന് മഹാഗുരുവിനെ അറിയണം, പഠിക്കണം, ഗുരുവിനോട് ഭക്തി വേണം. വെറുതെ അധരഭക്തിയല്ല എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഗുരുവിനോട് തികഞ്ഞ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഈ ചൈതന്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഇവിടെ ഈ നിങ്ങളെല്ലാവരും, അതായത് ഗുരുഭക്തരായിരിക്കുന്നവർ, ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ഈ പുണ്യമായ ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കുകയും ഭഗവാന്റെ തൃക്കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ആ നീരുറവ ഒന്ന് കണ്ട് ആ നീരുറവയിലൊരു 2 തുള്ളിയെങ്കിലും നമ്മുടെ ഉള്ളിലാക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അതിനൊരു അനുഗ്രഹം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാറക്കഷ്ണത്തിൻ്റെ അടിയിൽ അദൃശ്യമായിരുന്ന ഒരു നീരുറവ ആ പുണ്യതീർത്ഥത്തെ ഭക്തജനങ്ങൾക്കായി ഒരു വിസ്മയമാക്കി തീർത്ത ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ മനസ്സും ശിരസ്സും അർപ്പിച്ച് നമിക്കുകയാണ്. 1 കോടി പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. എൻ്റെ ഈ വാക്കുകൾ, വളരെ ചുരുങ്ങിയ ഈ വാക്കുകൾ, ഇത് കുറച്ചുകൂടെയൊക്കെ വിസ്തരിച്ച് പറയാൻ സാധിക്കുന്നതാണ്. പക്ഷേ സമയപരിധി നിന്നുകൊണ്ട് ഇത്രയുമൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് മഹാഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.